2 യോഹന്നാൻ 1:8 പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം വിശ്വസിച്ച ദൈവമക്കളായതിനു ശേഷം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച അനുഭവത്തിൽ വന്നതിന് ശേഷം നാം ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ദൈവത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നടത്തപ്പെടുന്നില്ല. പകരം നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങൾ ഉണ്ട്. ആദിയിലെ മനുഷ്യർക്ക് ദൈവം ഏദൻ തോട്ടത്തിൽ അവരെ ആക്കി വെച്ചതിന് ശേഷം ചില ദൗത്യങ്ങൾ കൊടുത്തു. അവരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: അവർ നിശ്ചയമായും തോട്ടത്തെ കാക്കണം, അതിനെ പരിപാലിക്കണം. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം, നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്. ചില ഇൻസ്ട്രക്ഷൻസ് കർത്താവ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവർ ഫോളോ ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രതിഫലത്തിൽ അവർക്ക് തുടരുവാൻ കഴിയുള്ളൂ. എന്നാൽ ആദ്യ മനുഷ്യർ അവരത് ഫോളോ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അവർ വീഴ്ത്തപ്പെട്ട അനുഭവത്തിലേക്ക് മാറിപ്പോയി. എന്നാൽ നാം ഇന്നും നീതീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട്, സമർപ്പിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെന്ന അനുഭവത്തിലേക്ക് നാം ആയി വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: ആ പ്രതിഫലം നമ്മൾ പ്രാപിക്കുവാനുണ്ട്. അനേക പ്രതിഫലങ്ങൾ കർത്താവ് നമുക്കായി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കുവാനൊരു ശ്രദ്ധ നമുക്ക് വേണം. നമ്മുടെ ഭാഗത്തുനിന്ന് സ്തുതിക്കുന്ന മക്കളായി, ആരാധിക്കുന്ന മക്കളായി, കാത്തിരിക്കുന്ന മക്കളായി, വിശുദ്ധീകരിക്കുന്ന മക്കളായി, നമുക്ക് ബോധ്യം വരുന്ന കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അനുസരിക്കുന്ന മക്കളായി മാറിയാൽ ആ പ്രതിഫലം നമുക്ക് പ്രാപിക്കുവാനായി കഴിയും. സൂക്ഷ്മതയുള്ള മക്കൾക്ക്, വിശുദ്ധിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ശ്രദ്ധയുള്ള ദൈവമക്കൾക്ക് പ്രതിഫലങ്ങൾ ധാരാളം പ്രാപിക്കാം, പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാം. അതിനായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഗാഡ് ബ്ലസ് യു.